ഇറാൻ അമേരിക്ക ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളിലെ പ്രധാന പങ്കാളിയാണ് റഷ്യ. നിലവിൽ ഇറാന്റെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം സംഭരിക്കുന്നതിലോ കൈകാര്യം ചെയ്യുന്നതിലോ സാധ്യതയുള്ള ഒരു ലക്ഷ്യസ്ഥാനമായി റഷ്യ ചർച്ചകൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒമാന്റെ മധ്യസ്ഥതയിൽ റോമിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന 4 മണിക്കൂർ നീണ്ട പരോക്ഷ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായിട്ടാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. 2018 തന്റെ ആദ്യ ഭരണകാലത്ത് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള 2015 ആണവ കരാർ ഉപേക്ഷിച്ച ഡൊണാൾഡ് ട്രംപ് ആണവായുധം വികസിപ്പിക്കുന്നതിൽ നിന്നും തടയുന്ന ഒരു പുതിയ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. റോമിൽ നടന്ന ചർച്ചകളുടെ കേന്ദ്രബിന്ദുവായ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് 60 ദിവസത്തിനുള്ളിൽ ഒരു കരാർ പൂർത്തിയാക്കണമെന്ന ആഗ്രഹത്തിലാണുള്ളത്. എന്നാൽ വിശ്വാസത്തിന്റെ അളവും ചർച്ചകളുടെ സാങ്കേതിക സ്വഭാവവും മൂലം അത്തരമൊരു വേഗത്തിലുള്ള കരാറിന് സാധ്യതയില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി വിശ്വസിക്കുന്നത്. അമേരിക്കൻ കരാറിൽ നിന്നും പിന്മാറിയാൽ ഇറാന്റെ നഷ്ടം അമേരിക്ക നികത്തേണ്ടി വരും. ഇതിനായി സാമ്പത്തിക പിഴ എന്ന ആശയം ഇറാൻ മുമ്പ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഒരു കരാറിന്റെ അഭാവത്തിൽ നടപ്പാക്കൽ സംവിധാനം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ. ഇരു വിഭാഗങ്ങൾക്കുമിടെ ഉയർന്ന തോതിലുള്ള അവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ കരാർ ലംഘിച്ചാൽ കൈമാറി ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ശേഖരം ഇറാനിലേക്ക് തിരികെ നൽകാൻ റഷ്യ അധികാരപ്പെടുത്തുക എന്നതാണ് മുന്നിലുള്ള മാർഗം. റഷ്യ പോലുള്ള ഒരു മൂന്നാം രാജ്യത്തിന് ഈ ശേഖരം കൈമാറുവാനുള്ള സാധ്യത ഭാവിയിൽ കരാർ തകർന്നാൽ ഇറാന്റെ യുറേനിയം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം തുറന്നിടും. അത്തരമൊരു ക്രമീകരണം ഭാവിയിലെ അമേരിക്ക ഇറാന്റെ ബന്ധത്തിൽ റഷ്യക്ക് നിർണായക പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല 2015 കരാറിലെ നിലവിൽ ഉറപ്പു നൽകുന്ന ജർമ്മനി, ഫ്രാൻസ്, UK തുടങ്ങിയ അമേരിക്കയുടെ യൂറോപ്യൻ പങ്കാളികളെ ഇത് നിരാശരാക്കുകയും ചെയ്യും. ഇറാനോ അമേരിക്കയോ UN-ൽ നിന്നും ഭാവിയിൽ ഒരു പ്രധാന പങ്ക് നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല താനും. ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി ഇറ്റലിയെ തെരഞ്ഞെടുക്കുന്നതിലും കാരണമുണ്ട്. ട്രംപുമായിട്ട് ഏറ്റവും നല്ല ബന്ധമാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കുള്ളത്. വിറ്റ്കോഫും ട്രംപും ഉൾപ്പെട്ടിരിക്കുന്ന ചർച്ചകളിൽ ഒന്ന് ഇറാൻ, ഹമാസ്, ഇസ്രയേൽ വിഷയവും മറ്റൊന്ന് റഷ്യ യുക്രൈൻ സംഘർഷവുമാണ്. ചർച്ചകൾക്ക് മുൻപ് തന്നെ ഇറാൻ തങ്ങളുടെ നിലപാട് ശക്തിപ്പെടുത്തിയിരുന്നു. അയത്തുള്ള അലി ഖമേനിയും സൗദി പ്രതിരോധ മന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തെ അവർ എതിർക്കുന്നു എന്ന സന്ദേശം പകരുന്നവയായിരുന്നു. സമാധാന ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം വികസിപ്പിക്കാനുള്ള അവകാശം നിലനിർത്തുന്നതിനൊപ്പം തന്നെ ഇറാന്റെ ആണവായുധങ്ങളിൽ നിന്നും ഉപരോധങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമാണെന്ന് ഉറപ്പാക്കുന്നതിന് ന്യായവും സുസ്ഥിരവുമായ ബന്ധിതവുമായ ഒരു കരാറിൽ എത്തിച്ചേരുക എന്നതാണ് ചർച്ചകളുടെ ലക്ഷ്യമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന്റെ ആണവ കരാർ ട്രംപ് പുതുക്കിയില്ല എങ്കിൽ റഷ്യ കളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്.